ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ബലേബയുടെ ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോറിം ഈസ് പുഷിങ് ഫോർ ബലേബ. എന്താ പറയുക, റെക്കോർഡ് ട്രാൻസ്ഫർ ഫോർ ആൻ ആഫ്രിക്കൻ പ്ലെയർ. അതായിരിക്കും മിക്കവാറും ബലേബയുടെ കേസിൽ നടക്കാൻ പോകുന്നത്. നമുക്ക് ശരിക്കും ഒരു മിഡ് നിർബന്ധം തന്നെയാണ്. മിഡ് ഇല്ലെങ്കിൽ പണിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. മിഡ് കിട്ടണം. മിഡ് കിട്ടിയില്ലെങ്കിൽ സീന് തന്നെയാണ്. പക്ഷേ 100+ മില്യൺ, എനിക്ക് തോന്നുന്നു 110 to 115 മിക്കവാറും കോസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും പൈസ നമുക്ക് ഇറക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല. പക്ഷേ ഇനിയോസിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ ഒരു പോസ്റ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ അമോറിമിനെ ഫുള്ളി ബാക്ക് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പരിപാടി. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു മിഡ് കൂടി നമുക്കൊന്ന് സെറ്റായി, മിഡ് ആൻഡ് എ ഗോൾ കീപ്പർ അതും കൂടി സെറ്റായി കഴിഞ്ഞാൽ അമോറിമിന് എന്തായാലും റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ലൈവിലും അമോറിമിന് കുറ്റം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസിൽ എല്ലാവരും പറയുന്നുണ്ട് അമോറിം ഒരു നമ്മുടെ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അമോറിം മാറണം എന്നാലേ നന്നാവുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ അമോറിമിനെ മാറ്റിയിട്ട് ആരെ കൊണ്ടുവരാനാണ് അപ്പോൾ പ്ലാന്? ഇതിപ്പോ എത്ര മാനേജേഴ്സ് മാറി വന്നു, ആര് വന്നിട്ടും ഒരു കാര്യമില്ലല്ലോ, സെയിം സംഭവം തന്നെയല്ലേ. അപ്പൊ ഇപ്പോഴാണ് നമുക്കൊരു മാനേജറിനെ സ്റ്റക്ക് ചെയ്ത് ആ ഒരു വിഷനിലേക്ക് പോകുന്ന ഒരാളെ കിട്ടിയത്. ബാക്കി എല്ലാവരും പ്ലേയേഴ്സ് പറയുന്ന പോലെ ചാടി ചാടി കളിക്കുകയായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ നമുക്ക് ഒരു പക്ക ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷനിൽ പോകുന്ന ഒരാളാവുമ്പോൾ നമുക്ക് എന്താണ്, സെറ്റാണ്, അടിപൊളിയാണ്, അതാണ് വേണ്ടത്. അപ്പോൾ പുള്ളിക്കാരനെ ഫുള്ളായിട്ട് ബാക്ക് ചെയ്ത് പുള്ളിക്കാരന് വേണ്ട പ്ലേയേഴ്സിനെ കൊടുത്ത് അങ്ങനെയാണ് സീസൺ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് ഈ സീസണിൽ ഓൾമോസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ 3 വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്സ് നടത്തി. ഇനി ആ ഒരു മിഡും കൂടി സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ബലേബേനെ കിട്ടട്ടെ. ഇല്ലെങ്കിൽ പ്ലാൻ ബി ആയിട്ട് വാർട്ടൻ ഉണ്ട്, പിന്നെ നമ്മുടെ സ്പോർട്ടിങ്ങിൻ്റെ ഹൊൽമാൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ അറ്റ്ലാന്റയുടെ എഡേഴ്സൺ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഒന്ന് സെറ്റാക്കേണ്ട വരും. പക്ഷെ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും ഡെഡ് ലൈൻ ഡേ അങ്ങോട്ടായിരിക്കും ഈ ഒരു സൈനിങ് നടക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഗോൾ കീപ്പറിന്റെ കേസ് വരികയാണെങ്കിൽ ഡൊണാറുമ തന്നെയാണ് അറ്റ് പ്രസന്റിൽ കാണുന്നത്. പക്ഷേ സിറ്റിയും ചെൽസിയും നല്ലപോലെ ഉണ്ട്. കാരണം സിറ്റിയിലെ എഡേഴ്സൺ ഗലാറ്റസ്ട്രിയിലേക്കുള്ള ഒരു മൂവിനുള്ള ഒരു ചെറിയ ശ്രമത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിറ്റി ഡെഫിനറ്റ്ലി വിൽ ഗോ ഫോർ ഡൊണാറുമ. കാരണം ഡൊണാറുമയും PSG ആയിട്ട് ഫുള്ള് അടിച്ച് പിരിഞ്ച് ഉള്ള അവസ്ഥയിലാണ്. കാരണം സൂപ്പർ കപ്പ് എന്നുള്ള ടീം സ്ക്വാഡിൽ പോലും ഡൊണാറുമ ഇല്ല. അങ്ങനെ ആവുമ്പം ഡൊണാറുമ എന്തായാലും അവിടെ ഇല്ല. കാരണം അവര് ലുക്കാസ് ചെവലിയറിനെ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി എന്തായാലും ചെവലിയർ തന്നെ ആയിരിക്കും. പക്ഷെ ഡൊണാറുമന്റെ സാലറിയാണ് നമുക്ക് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഗോ ഫോർ ലാമൻസ് നല്ലൊരു ഓപ്ഷനാണ്. ചീപ്പറും ആണ്, യങ് ഗോൾ കീപ്പറാണ്, നല്ല എക്സ്പീരിയൻസ് മീൻസ് നല്ല ഒരു ഗോൾ കീപ്പറാണ്. അടുത്തൊരു കോർട്ടുവ എന്നുള്ള രീതിയിലാണ് ലാമൻസിനെ കൊണ്ട് പറയുന്നത്. ലാമൻസിനെ പെട്ടെന്ന് തീരുമാനമാക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഹാൻഡ്രോ ഗെർനാച്ചോ അവൻ പറഞ്ഞ ഒരു പോസ്റ്റ് കണ്ടോ? ചെൽസി മാത്രം മതി, ഓക്കെ അതവൻ പറഞ്ഞോട്ടെ, അതില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇവിടെ തന്നെ ഇരുന്നോളാം കളിക്കാതെ. ഇവനൊക്കെ എന്ത് ഫുട്ബോൾ പ്ലെയർ ആണ്? ഇവനാണ് നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ, സാക്ഷാൽ ഫുട്ബോളിന്റെ ഗോട്ടിനെ ഐഡലാക്കിയിട്ട് നടക്കുന്ന ഒരു പ്ലെയർ ഇവനാണ്. കണ്ടം കളിക്കാർ പോലും ഇങ്ങനെ പറയില്ല. ഒരുമാതിരി ഊളത്തരം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി അവനെ സെയിൽ ചെയ്യാൻ പാടില്ല. അവൻ ഇവിടെ ഇരിക്കട്ടെ. കാരണം അത്ര സാലറി ഒന്നും അവന് കൊടുക്കുന്നില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ. കാരണം 2026 വേൾഡ് കപ്പാണ് വരുന്നത് പോലും ഫുട്ബോളിനോട് ഒരു പാഷനോ ഒരു തേങ്ങയോ ഇല്ലാതെ എന്താ പറയാ ഒരുമാതിരി ഒരു പ്ലെയർ. ഇങ്ങനെ ഒരു പ്ലെയറിനെ എൻ്റെ ജീവിതം സാൻജോയുടെ അനിയൻ, എല്ലാ വള്ളികളും എല്ലാ ചൊറകളും നമ്മുടെ ടീമിൽ തന്നെ വന്ന് പെടുകയാണല്ലോ. അതാണ് ഭയങ്കര വിഷമം. എല്ലാം ഇവിടെയാണുള്ളത്. എവിടെ ചെന്ന് ഇതൊക്കെ അവസാനിക്കും? അവനെ വിടാനേ പാടില്ല. അവനെ ഒരു പാഠം പഠിപ്പിച്ച് അവനിവിടെ റിസർവിലെ Under-21 എവിടെയെങ്കിലും നിൽക്കട്ടെ, കളിക്കണ്ട.
കാരണം അവൻ വേൾഡ് കപ്പും കാണാൻ പാടില്ല, ഒരു തേങ്ങയും കാണാൻ പാടില്ല. വെറുതെ ചുമ്മാ ഓനവൻ്റെ ആ ഒരു പട്ടി ഉണ്ട് അവൻ്റെ ഒരു പെറ്റായിട്ട്, ആ പെറ്റിനെ നോക്കിയിട്ടിരിക്കട്ടെ. അത് തന്നെയാണ് അവന് വേണ്ടത്. ചെൽസിക്കും കൊടുക്കാൻ പാടില്ല, ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അവന് ഒരുമാതിരി നാറിയ പ്ലെയർ എന്ന് പറയില്ലേ, ഒരു ഗുണവും പിടിക്കില്ല. ഈ റൊണാൾഡോനെയൊക്കെ ഐഡലാക്കി വെക്കുന്നത് റൊണാൾഡോന്റെ പോക്കാണ് കാര്യം. ഇതൊക്കെ അണ്ണൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും മോശം ചെന്നാൽ വളരെ മോശം. പിന്നെ ആന്റണിയുടെ കാര്യം എല്ലാവർക്കും അറിയാം, ഒന്നും നടക്കുന്നില്ല. സാൻജോന്റെ പിന്നെ ന്യൂസേ ഇല്ല. ഇപ്പൊ ഫ്രീഡം ഫൈറ്റർ പിക്ചറിലേ ഇല്ല. സെയിൽസ് ഭയങ്കര അവസ്ഥയായിട്ടുണ്ട്. സെയിൽസ് ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ആകെ ആ ഒരു റാഷ്ഫോർഡിന്റെ ലോൺ ഡീൽ മാത്രം ബാർസയിലേക്ക് നടന്നു എന്നല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. ഈ ഗർണാച്ചോയിൽ ഇമാതിരി വർത്താനൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക, ഒരു വല്ലാത്തൊരു പ്ലെയർ ആയിപ്പോയി. ഗോൾ ബ്രിഡ്ജ് ഉണ്ടല്ലോ യുണൈറ്റഡ് സ്റ്റാൻഡിന്റെ, പുള്ളിക്കാരൻ അതാ പറഞ്ഞത്, അവനെ കൊടുക്കാനേ പാടില്ല. സെയിം എൻ്റെ ഒരു ഒപ്പീനിയൻ തന്നെയാണ്. ഇവിടെ തന്നെ നിൽക്കട്ടെ, ഇവിടെ നിന്നിട്ട് നശിച്ച് പണ്ടാരടങ്ങണം, അതാണ് വേണ്ടത്. ഇമാതിരി വർത്താനൊക്കെ ആരെങ്കിലും പറയൂ? വളരെ മോശമായിപ്പോയി. വളരെ മോശം എന്ന് വെച്ചാൽ വെരി വെരി ബാഡ് ബിഹേവിയർ. ഇതുപോലത്തെ ഒരു ബാഡ് ബിഹേവിയർ പ്ലെയർ ഇല്ല. എന്തായാലും ഇനി വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫ്രൈഡേ ആണ് പ്രീമിയർ ലീഗ് ഓപ്പണിംഗ് മാച്ച് വരുന്നത്. നമ്മുടെ യുണൈറ്റഡിന്റെ മാച്ച് വരുന്നത് സൺഡേ ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസസ് ആർസണൽ, ഓൾഡ് ട്രാഫോർഡിൽ. ഫസ്റ്റ് മാച്ച് തന്നെ തീപ്പാറുന്ന പോരാട്ടമായിരിക്കും. കാരണം ആർസണലും നല്ലപോലെ സൈനിങ്സ് ഒക്കെ നടത്തി, പുതിയ പ്ലേയേഴ്സ് പുതുമുഖങ്ങളൊക്കെ ഉണ്ട്. യുണൈറ്റഡിലും അതുപോലെ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ലൈവ് വന്നപ്പോൾ കുറേ ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈം പറയണേ. അപ്പൊ ഞാൻ എന്തായാലും അടുത്ത കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടും. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, സാറ്റർഡേ ഒരു നൈറ്റിൽ ഞാൻ മിക്കവാറും ഒരു ലൈവ് ഉണ്ടാവുമായിരിക്കും. നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ എന്തായാലും ഇടുമായിരിക്കും. സാറ്റർഡേ എന്തായാലും ഇടാൻ സാധ്യതയുണ്ട്. സാറ്റർഡേ ഓർ സൺഡേ എന്തായാലും ഉണ്ടാവും വീക്കെൻഡിൽ. അപ്പൊ ഞാനത് ടൈം ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. ആരും ഒന്നും പഠിക്കണ്ട, നമുക്ക് ലൈവിൽ ഒരു ചർച്ച നടത്താം, എന്തായിരിക്കും മാച്ചിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ അധികം വലിച്ചു കെട്ടത്തില്ല. ജസ്റ്റ് നമ്മുടെ ബലേബേന്റെ ഒരു ന്യൂസും ഈ ഗർണാച്ചോന്റെ ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്തത് തന്നെ. അപ്പൊ അതിന് മുന്നേ നമ്മുടെ ആ കുറച്ച് ട്രാൻസ്ഫർ വിൻഡോ ന്യൂസുകൾ മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.